ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, നമ്മൾ ഇന്ന് ഈ വൈകുന്നേര സമയം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ മതപ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ അവധിക്കാല മതപഠന സംരംഭമാണ് മോറൽ വെക്കേഷൻ ക്ലാസുകൾ. അത് പല യൂണിറ്റുകളിലും ഏകദേശം 7 ദിവസം തുടർച്ചയായുള്ള ക്ലാസ് നടന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ നടത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് 7 ദിവസമൊന്നുമില്ലെങ്കിലും ഒരു 3 ദിവസമെങ്കിലും കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് കുറച്ച് ദീനീ കാര്യങ്ങള് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചപ്പോ അതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളെയും 3 ദിവസം വൈകുന്നേരം ഇതേപോലെ ഇൻഷാ അല്ലാഹ് ഒരു 6 മണി 6:05 ആകുമ്പോഴേക്കും അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ദിവസത്തിലാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും. അല്ല, ഇന്ന് ചായ കുടിച്ചിട്ട് മുങ്ങോ? ചായം കടി ഉഷാറാക്കാൻ ഞാൻ നാളെ വരൂലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സമയം നമ്മള് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ആ സമയത്തിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം അത് എന്തിനു വേണ്ടിയാണ് നമ്മളത് കേൾക്കേണ്ടത് എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തില് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഉമ്മയുടെ ഗർഭാശയത്തില് ഈ ഭൂമിയോ ഇവിടുത്തെ വെളിച്ചമോ ആകാശമോ നിലാവലകളോ ഇതൊന്നും കാണാത്ത രൂപത്തിൽ ഒരു 9 മാസം അല്ലെങ്കിൽ 10 മാസം ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നമ്മൾ കുട്ടികളായി ജീവിച്ചവരാണ്, അല്ലെ? ഉറപ്പല്ലേ? അല്ലാതെ ഈസാ അലൈഹി ഇസ്ലാം അല്ല ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല മണ്ണുകൊണ്ട് പടച്ചുണ്ടാക്കിയ പോലെ ഭൂമിയിലേക്ക് നമ്മളിങ്ങനെ ആകാശത്ത് പറക്കും തലയിൽ വന്ന് ഇറങ്ങിയതാ? അല്ലല്ലോ. അല്ല, നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റില് ജനിച്ച് അങ്ങനെ ജീവിച്ച് പിന്നെ 10 മാസമായപ്പോ എന്ത് ചെയ്തു? ഉമ്മമാര് പ്രസവിച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന കുട്ടികളാണ് നമ്മൾ, മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മൾ അല്ലാഹു തആല എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഇവിടെ
നായ, കുതിര, ഒട്ടകം, പൂച്ച, എലികള്, ഇങ്ങനത്തെ പല ജീവികളും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. ഓലും നമ്മളെ പോലെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പെറ്റ് വീഴുന്നുണ്ട്. അവർക്ക് ഉമ്മമാര് പാല് കൊടുക്കുന്നു. അതേപോലെ നടന്ന് അവരെ കൊണ്ടുവരുന്ന അവർക്കുള്ള ഭക്ഷണങ്ങൾ തേടിപ്പിടിച്ചു കൊടുക്കുന്നു. അവരും വെള്ളം കുടിക്കുന്നു, തിന്നുന്നു, വളരുന്നു. നമ്മളും അതുപോലെ തന്നെ അമ്മിഞ്ഞ പാല് കുടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. പിന്നെ നമ്മളും വലുതാകുന്നു, നമ്മളും തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോ നമ്മളും ഇതേപോലെ തന്നെയുള്ള മറ്റു ജീവികളും ഒക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കൃത്യമായ ബോധം, ജീവിതം ആർക്കുണ്ട്? നമുക്കില്ലേ? ഉണ്ട്. അപ്പൊ നമ്മളും മൃഗങ്ങളും ഒരുപോലെയാണ്. ആണോ? അല്ല. എന്തുകൊണ്ട് നമ്മളെ ആ മൃഗങ്ങളിൽ നിന്ന്, ആ ജീവികളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ വ്യത്യസ്തമാക്കി? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? വേണം. അല്ലാതെ ഓരോ രാവിലെ ആടും നായും പൂച്ചയും കഴുതിയൊക്കെ എഴുന്നേൽക്കണ പോലെ നമ്മൾ എഴുന്നേറ്റ്, രാത്രിയാകുമ്പോൾ പോലും ഉറങ്ങണ പോലെ നമ്മൾ ഉറങ്ങി, അങ്ങനെ ആയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒരു മൃഗത്തിനോട് എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരിക്കലും ഒരു ഉത്തരമില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മളോട് ഒരാൾ അതുപോലെ ചോദിച്ചാലോ, നമ്മളതേ നായിന്റെയും പട്ടിന്റെയും പൂച്ചന്റെയും മാതിരി തന്നെ എന്തിനാ ജീവിക്കുന്നത് എനിക്കറിയില്ല എന്ന് പറയലാണോ? ആണോ? അല്ല. നമ്മളെ ജീവിതത്തിൽ എന്തുണ്ട്? അവരിൽ നിന്ന് വ്യത്യസ്തമായി രൂപത്തിൽ, അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതി നമുക്കുണ്ട്. മാത്രല്ല അവർക്ക് എന്തുണ്ട്? ബുദ്ധി ഇല്ല. ഒരു പൂച്ചനെ നമ്മള് വളർത്തി നമ്മൾ പലതും പഠിപ്പിച്ചാൽ ചിലപ്പോ അവിടെ അപ്പിടല്ലേ, ഇവിടെ മൂത്രയിക്കല്ലേ, പുറത്തു പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ പൂച്ച പുറത്തു പോകും. അതേപോലെ നായ്ക്കള് അല്ലേ, അതിനെ വളർത്തുന്ന ആൾക്കാര് ഇരിക്കുന്ന ഇരിക്കും, ഓടി പറഞ്ഞാൽ ഓടും, ഭക്ഷണം കഴിക്കുന്ന കഴിക്കൂല. ഇതൊന്നും അവർക്ക് ബുദ്ധി ഉണ്ടായിട്ടാണ്. അല്ല, അവരെ പഠിപ്പിക്കുക. ആണോ? ഒരു പാപ്പാൻ ഒരു ആനയെ മരം വലിപ്പിക്കുന്നു. ഒരു ക്രെയിനോ ഒരു JCB ഉപയോഗിച്ച് നമ്മള് മരം വലിക്കുന്നോ മണ്ണ് മാന്തുന്ന പോലെ അത് മെഷീൻ ഇടുമ്പോഴാണ്, നമ്മൾ ഇലക്ട്രോണിക് ഉപയോഗം നടത്തുമ്പോഴാണ്. എന്നാൽ ജീവനുള്ള ഒരു ആനയെ അതേപോലെയുള്ള പണി എടുപ്പിക്കുമ്പോ അത് ആനക്ക് ബുദ്ധിമുട്ടായിട്ടാണ്? അല്ല. ഒരു മരം ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് തോണ്ടി കൊമ്പിലെടുത്ത് അത് പാപ്പാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടും. അതേ അതിന് അറിയുള്ളൂ. ഇത് മില്ലിക്ക് കൊണ്ടുള്ള മരമാണ്, ഇത് ഈർത്തിട്ട് പെരക്ക് വാതിലും കട്ടിലും ഉണ്ടാക്കാനുള്ളതാണ്. ഇത് ആനക്കറിയോ? അറിയില്ല. ഞാൻ തന്നെ കുറെ കാലമായി ഞാൻ ഇങ്ങനെ ഏറ്റാൻ തുടങ്ങിയിട്ട് ഇനി നാളെ മുതൽ ഞാൻ പഠിക്കാനില്ല എന്ന് ആന പറയും? ഇല്ല. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ആനാള് പറയണത് ഞങ്ങൾ കുറെ കാലമായില്ലേ മരയിട്ട് കിടക്കുന്നത്, ഇനി നാളെ ഞങ്ങൾ ഫർണിച്ചർ ഉണ്ടാക്കി ഞങ്ങൾ ഒരു പെര ഉണ്ടാക്കട്ടെ എന്നായിട്ട് ഞങ്ങൾ പറയോ? ഇല്ല. ഒരു സമരം നടത്തുമോ? ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു തആല ചിന്തിക്കാനുള്ള, ഗവേഷണം നടത്താനുള്ള, കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അഖിൽ അഥവാ ബുദ്ധി എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. മനുഷ്യൻ അവരെ മെരുക്കിയെടുത്ത് മയക്കിയെടുത്ത് മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശക്തിയെ എന്ത് ചെയ്യാണ്? ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ? അത്ര. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഒരുപോലെയല്ല. ആണോ? അല്ല. അവരും തിന്നുന്നു, നമ്മളും കഴിക്കുന്നു. അവരും പിന്നെ വയറ്റിലുള്ള സാധനം പുറത്തേക്ക് ഉപേക്ഷിക്കുന്നു, നമ്മളും ഉപേക്ഷിക്കുന്നു. ആ മനുഷ്യനും മൃഗമൊക്കെ ഒന്നാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ല. മനുഷ്യൻ വേർതിരിച്ച ഒരു ജീവിയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇപ്പൊ രാവാണോ പകലാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? ഇപ്പൊ രാത്രിയാണോ പകലാണോ?
പകലാണ് നമ്മൾ അല്ലെ. എന്തുകൊണ്ടാണ് പകലാന്ന് പറയാൻ കാരണം നമുക്കിത് കാണാൻ പറ്റുന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സൂര്യന്റെ പ്രകാശം അവിടെ ഉണ്ട് അല്ലെ. ഇനി അത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് മൂടുമ്പോ നമ്മൾ പറയുന്നത് രാത്രിയായി എന്ന് പറയും. അപ്പൊ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു നായ ഒരു കടയുടെ മുമ്പിലൂടെ നടന്നു എങ്ങനെ പോവാണ്. ആ പോണ സമയത്ത് അവിടെ ഇറച്ചി തൂക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറച്ചി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നായ അത് കേറിയിട്ട് എന്ത് ചെയ്യാണ്, കഴിക്കും. എന്നാ മനുഷ്യരായി നമ്മളെ കൂടെ പോവാണ്, ആരും കാണുന്നില്ല, നമ്മളെടുത്തുകാണ്ട് കൊണ്ടുപോകും. എന്തുകൊണ്ടാ? നായക്ക് ഇത് ഹറാമാണോ ഇത് ഹലാലാണോ, ഇത് എനിക്ക് അള്ളാഹ് അനുവദിച്ചതാണോ അനുവദിക്കാത്തതാണോ, ഇത് ഞാൻ എടുത്താലേക്ക് പരലോകത്ത് നരകം കിട്ടോ സ്വർഗം കിട്ടോ ഖബറിൽ ശിക്ഷ ഉണ്ടാവും, ഇതൊന്നും ആർക്കറിയില്ല, നായക്കറിയില്ല. എന്നാ മനുഷ്യനായ നമുക്ക് ഒരു മുസ്ലിമായ ഒരാള് എന്റെ അടുത്ത് കൂടെ പോകുമ്പോ അതൊക്കെ ചിന്തിക്കൂലേ, ഞാൻ എടുക്കാൻ പാടില്ല, കാരണം എന്താ, നമ്മള് പൈസ കൊടുക്കാതെ എടുത്ത കക്കലാണ്, അത് കട്ടെടുത്ത മുതലായിട്ട് ഞാൻ നാളെ പരലോകത്തെത്തി അള്ളാഹുവിന്റെ ഖബറിൽ ശിക്ഷിക്കും, മനുഷ്യരെ ചോദ്യം ചെയ്യും അല്ലേ. ഇതെന്തുകൊണ്ട്? ഈ ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമാകുക. എന്തിനാണ് അള്ളാഹു എന്നെ ഈ ഭൂമിയിൽ ബുദ്ധിയും വിവേകവും കഴിവും അറിവും കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ചിന്താശേഷിയും നടക്കാനുള്ള കാലും പഠിക്കാനുള്ള കയ്യും ഒരു അംഗഭംഗമൊന്നുമില്ലാത്ത നല്ല ഒരു സൗന്ദര്യമുള്ള ശരീരവും തന്ന് ഒരു ഉമ്മാന്റെ വയറ്റിൽ എന്തിനാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത്? എന്തിനാ വിട്ടത്? 10-65 കൊല്ലം ഇവിടെ ജീവിച്ച് അങ്ങനെ മരിച്ച് മണ്ണായി ഖബറിൽ കൊണ്ടുവച്ച് 3-ാമത്തെ ദിവസം നമ്മളെ കണ്ണ് താഴത്ത് പോകും, 7-ാമത്തെ ദിവസം നമ്മളെ തോലിങ്ങനെ എന്ത് ചെയ്യും, ദ്രവിച്ചിട്ട് പൊട്ടാൻ തുടങ്ങും. 14-ാമത്തെ ദിവസം ആകുമ്പോത്തിന് നമ്മളെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ അരിക്കാൻ തുടങ്ങും. 40-ാമത്തെ ദിവസം ആകുമ്പോത്തിന് ആ ഖബറ് നമ്മൾ മാന്തി നോക്കിയാൽ കാണാൻ നമ്മളെ കിഡ്നി, വൃക്ക, ലിവർ, ഹാർട്ട് അല്ലേ, അവയവങ്ങളൊക്കെ ഭൂമിയിൽ വീണ് അതൊക്കെ ഈ ചെതലും പുഴുക്കളും തിന്ന് ദ്രവിച്ചിട്ടുണ്ടാവും. ഒരു കൊല്ലാകുമ്പോത്തിനോ ഏകദേശം എല്ലും കുറച്ച് മുടിയും നഖങ്ങളും ബാക്കിയുണ്ടാവും. പിറ്റത്തെ കൊല്ലം പോയി മാന്തി നോക്കുകയാണെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മണ്ണിൽ ലയിച്ച് തീരാൻ വേണ്ടിയാണോ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത്? ആണോ മക്കളെ? പിന്നെ എന്തിനാ അള്ളാഹു സൃഷ്ടിച്ചത്? എന്തിനാ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നത്? അത് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. ആ ഒരു അറിവ് നമ്മളെ ഹൃദയത്തിൽ, നമ്മളെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ അത് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ 60-70 കൊല്ലം ജീവിക്കുന്നതിലെ അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഈ ഒരു അർത്ഥം മനസ്സിലാക്കാത്ത, ഈ ഒരു ചിന്ത അറിയാത്ത എത്രയോ മനുഷ്യന്മാര് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നുണ്ട്. ഉണ്ടോ അല്ലേ? ഉണ്ട്. യൂറോപ്പില്, അമേരിക്കയില്, ദുബായില്, ഇവിടെ തന്നെ പല സ്ഥലത്തുള്ള മറീന ബീച്ചുകളില്, ബോംബെ തെരുവുകളിൽ അല്ലെ, പല വീടുകളിലും ഒക്കെ ഓരോ ദിവസവും രാവും പകലും തിന്നുന്നു, കുടിക്കുന്നു, രസിക്കുന്നു, ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ മരണത്തിന് ശേഷമുള്ള, ഈ ഖബറിലെത്തിയതിനു ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവർക്ക് ആർക്കും ഒരു ബോധവും അറിവുമില്ല. അതേപോലെ തന്നെയാണ് നമ്മളും എങ്കിൽ നമ്മളും അവരും നാക്കാലികളും വ്യത്യാസം ഇല്ല. അപ്പൊ നമുക്ക് നാക്കാലികളെ പോലെയും നാക്കാലികളുടെ ജീവിതം നയിക്കുന്ന മനുഷ്യ മൃഗങ്ങളെ പോലെയും നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളെ അള്ളാഹു തആല മുസ്ലിമാക്കി. പിന്നെ രണ്ടാമത് അള്ളാഹു തആല മുജാഹിദാക്കി അല്ലേ, മുസ്ലിമാക്കി, മുജാഹിദാക്കി. എന്നാൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നു. ഈ ഹിദായത്ത് കിട്ടി നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. ശരിക്കും നിങ്ങൾ നോട്ട് പുസ്തകവും ഒരു പേനയുമായിട്ടാണ് നമ്മളെ മോഡൽ ക്ലാസ്സിന് വരുന്നത്. ഞാനിന്ന് ജുമാന്റെ ശേഷം ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഡയറിയും പേന എടുക്കണം, നോട്ട് പുസ്തകവും പേന എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറയാത്തോണ്ട് നിങ്ങളാരും കൊള്ളുന്നില്ല. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നാൽക്കാലിന്റെ മാതിരി ആയോ?
പൂച്ചന് നായിന്റെ ഒക്കെ മാതിരി ആയി നമ്മള്. പറഞ്ഞാല് ചെയ്യും, പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഓലമാതിരി ആയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ആ മൗലവി ഇന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബുക്കും പേനയിട്ട് വരണം എന്നൊരു ചിന്ത, ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസമായൊരു ബുദ്ധി നമുക്ക് ഉണ്ടാകുക. ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ട്യൂഷൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യും വീശി ഇതേമാതിരി പോകും. മാഷ് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ബുക്ക് എടുക്കൂലേ, പേന എടുക്കൂലേ? എടുക്കും. അപ്പൊ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം നിങ്ങള്? നാളെ മുതൽ എന്ത് ചെയ്യണം നിങ്ങള്? ഇവിടെ നോക്കുക. നാളെ മുതൽ എന്ത് ചെയ്യണം? 3 മാസം നമുക്ക് ക്ലാസ് ഇല്ല, ആകെ 3 ദിവസമേ ഉള്ളൂ. എത്ര? 3 ദിവസമുള്ളൂ. ഒരു ദിവസം ഇന്ന് പോയി, ഇന്ന് ഒരു കേൾവി മാത്രമായി. ഇന്ന് കേട്ട കാര്യങ്ങൾ നാളെ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ചോദിക്കല്ല, നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഓർമ്മ ഉള്ളത് എഴുതിയിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതിയേക്കണം. നാളെ നിങ്ങൾ നോട്ടീസ് ബുക്ക് ആയിട്ട് വരുമല്ലേ? പറഞ്ഞോളി, വരുമല്ലേ? എത്ര ആള് വരും നാളെ നോട്ട് പുസ്തകം ബുക്ക് ആയിട്ട്? പേനയും നോട്ട് പുസ്തകം എത്ര ആള് വരും? അല്ല, ഇൻഷാ അല്ലാഹ് 6 മാസത്തെ അവധി. ഇത് മറ്റന്നാളെ ക്ലാസ് ആയിരിക്കും. എത്ര ആള് നാളെ ക്ലാസ്സിന് വരുമ്പോ നോട്ട് പുസ്തകവും പെന്നും കൊണ്ടുവരും? പറഞ്ഞോളി. അല്ല, ഉള്ളോലും പറഞ്ഞാൽ മതി, കൊണ്ടുവരാത്തവരും പറയണ്ട. അള്ളാനെ പേടിയുള്ളവരും ഈ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെ നല്ല നെയ്യത്തിൽ ഉദ്ദേശത്തിൽ വന്നതാണ്. വാപ്പ പറഞ്ഞു, വല്യാപ്പ പറഞ്ഞു, ഇറങ്ങി പോലെയുള്ള ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പോകും. അങ്ങനെ വന്നവരാണെങ്കിൽ അത് കിട്ടും. വാപ്പ എന്റെ കുട്ടി വന്നു പോയി, അത് കിട്ടി. പറച്ചോമ്പാതൊക്കെ എന്തെങ്കിലും കിട്ടുമോ? അള്ളാന്റെ എന്തെങ്കിലും കിട്ടുമോ? അള്ളാന്റെ അടുത്ത് കൂടി കൂലിട്ടാനല്ലേ നിങ്ങൾ ഇവിടെ നിന്നിരിക്കണേ? ഞാൻ ഇവിടെ ഇരിക്കണ എന്തിനാ? ഞാനിവിടെ ആചാര്യ വലിയ ചോറ് നിന്ന് ഞാൻ പള്ളിക്ക് തന്നെ ഇരുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പോകുള്ളൂ. ഇന്ന് നമ്മൾ വന്ന് ക്ലാസ് പടച്ചോന്റെ പ്രീതിയാണ്, സ്വർഗം കിട്ടാനാണ്. അതേപോലെ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാ വന്നത്? ഉമ്മ ചീത്തറിട്ടാ, പാപ്പച്ചിട്ടാ, വല്യാപ്പ പോകാൻ പറഞ്ഞിട്ടാ ആണോ? ആണെങ്കിൽ അതേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നാളെ വരുമ്പോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കേൾക്ക മക്കള് കേൾക്കി. നാളെ വരുമ്പോ എന്ത് ചെയ്യണം? നോട്ട് പുസ്തകവും പേനയും കയ്യിൽ വേണം. ആ പേന നോട്ട് പുസ്തകത്തിൽ വരുമ്പോ എന്ത് ചെയ്യാ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും ഇവിടെ വന്നിട്ട് ആ നോട്ട് പുസ്തകം ഇവിടെ വെക്കുക. ഞാൻ എടുത്തു മറിച്ചു, എല്ലാരും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ഓരോരുത്തർ ഏതാ ക്ലാസ്സിൽ വെച്ചാൽ ക്ലാസ് എഴുതിയിട്ട് ഇന്ന് നമ്മൾ ക്ലാസ് ഒന്ന് കേട്ട കാര്യം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, നിങ്ങളെ കാത് കൂടെ അത് ഹൃദയത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഇറങ്ങിയ കാര്യങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മാത്രം രേഖപ്പെടുത്തും. തെറ്റിക്കോട്ടെ, ചിലപ്പോ 2 വാക്കേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഒരു പേജ് എഴുതാണ്ടാവുള്ളൂ, ചിലപ്പോ 5 വാക്കേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒരു പേജ് 2 പേജൊക്കെ എഴുതാണ്ടാവും, ചിലർക്ക് ഒന്നും എഴുതാണ്ടാവും. ഒരു കുഴപ്പമില്ല. ചീത്ത അറിയേ, ചൂടാകെ, കളിയാക്കി ഒന്നും പറയണ്ട. പക്ഷെ ഇന്ന് കേട്ട കാര്യം നാളെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ കരിയുന്ന എന്ത് ചെയ്യണം? രാത്രി ഇൻഷാ അല്ലാഹ് ഇരുന്ന് എടുത്ത് ക്ലാസ് കാതും കണ്ണും ഇങ്ങോട്ട് വരണം, മുഖം ഇങ്ങോട്ട് ഉയർത്തി. എന്നാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പരലോകം ഖുർആനിലും ഹദീസിലും എന്ന വിഷയം. എന്താ നമ്മുടെ വിഷയത്തിന്റെ പേര്? ഒന്നോർക്കലും പറയും. പരലോകം. ഇതിൽ മുണ്ടാവും കഴിയാത്ത കുട്ടികളുണ്ടോ? നമ്മള് കണ്ണൊട്ടത്തിയാള്, കാതുവട്ടത്തിയാള്, മുണ്ടാൻ കഴിയാത്ത കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും മുണ്ടാൻ പറ്റും. അപ്പൊ ഒന്നും പറയാം, നമ്മളെ വിഷയത്തിന്റെ പേരെന്താണ്? പരലോകം ഖുർആനിലും ഹദീസിലും. ഒന്നും കൂടി പറയും. പരലോകം ഖുർആനിലും ഹദീസിലും. ഒന്നും കൂടി പറഞ്ഞാൽ പരലോകം ഖുർആനിലും ഹദീസിലും. അപ്പൊ നമ്മളെ വിഷയം ഇനി നിങ്ങൾ മറക്കുവോ? മറക്കൂലെങ്കിൽ നാളെ നോട്ട് പുസ്തകത്തിൽ എന്ത് വേണം? നിങ്ങളെ പേര് എഴുതാ. എന്റെ പേരെന്താ? ഷംല. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി +1. എന്റെ പേര്? ക്ലാസ് 10. മറ്റേ ആള്? ക്ലാസ് ഷംല, ക്ലാസ് 10. സീന. പേര്
ക്ലാസ് എൻട്രൻസ് അയ്യോ എത്ര ക്ലാസ് 4 മോളോ 3 എന്റെ അയ്യോ 9ാം ക്ലാസ് മാഷാ അല്ലാഹ്. അപ്പോ എൻട്രൻസും പ്ലസ് ടു SLC 9ാം ക്ലാസ്സും അല്ലെ 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെ ഉണ്ട് അല്ലെ. മാഷാ അല്ലാഹ്. അപ്പോ ഇതില് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നിങ്ങളെ കഴിവ് എന്തായാലും ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ഈ മുതിർന്ന കുട്ടികളോട് പ്രത്യേകം ഞാൻ പറയാണ്, മുതിർന്ന കുട്ടികൾ തന്നെ വലിപ്പം കൊണ്ട് മുതിർന്ന ഇല്ലെങ്കിലും വയസ്സുകൊണ്ട് മുതിർന്ന 9ാം ക്ലാസ് അല്ലേ. അപ്പൊ ഇതടക്കം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നാളെ വരുമ്പോൾ നിങ്ങളുടെ പേര് ക്ലാസ് എഴുതിയിട്ട് 2ാമത്തെ പേജ് മറിച്ചിട്ട് മോറൽ ക്ലാസ് അടിവരയില്ല. വിഷയം എന്താ ഇതാ? ചെറുപയറും ഞാൻ കേട്ട ചെറുപയറും പരിപ്പും. എന്താണ്? പരലോകം ഖുർആനിലും ഹദീസിലും. മാഷാ അല്ലാഹ്. അപ്പൊ അത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യം ഓർമ്മ ഉള്ളത് മാത്രം എഴുതിയാൽ മതി. അതിങ്ങനെ ഓർഡർ ആയിട്ട് ആകണമെന്നില്ല. തെറ്റിപ്പോയിച്ചിട്ട് ഒരു കുഴപ്പമില്ല. സ്വർഗം ആദ്യം എഴുതി, പിന്നെ നരകം എഴുതി, ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മരണം എഴുതി. മരണമല്ല ആദ്യം, ഖബറല്ലേ രണ്ടാമത്, മഹ്ശറല്ലേ മൂന്നാമത്, പിന്നല്ലേ സ്വർഗം നരകല്ലേ. അത് തെറ്റിച്ചൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫുള്ളായിട്ട് കഴിയുന്നത് എഴുതി കൊണ്ടുവരണം. മറക്കുവോ? അള്ളാന്റെ പള്ളിയിൽ വെച്ചിട്ടാണെങ്കിൽ പറയുന്നത് ലംഘിക്കാൻ പറ്റൂല. എന്നോട് നിങ്ങൾക്ക് ലംഘിക്കാം, പക്ഷെ ഇതിന് കേൾക്കുന്ന ആരാണ്? ഈ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹു തആല കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ കാര്യം ശ്രദ്ധിക്കണം. ഓരോ ഉമ്മമാരും, ഇപ്പൊ ഇവിടെ എല്ലാ ഉമ്മമാരും പ്രത്യേകം എന്ത് ചെയ്യാൻ പറയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിഷയത്തിൽ ഇറങ്ങിയാലോ? അങ്ങനെ വരുമ്പോ ചിലപ്പോ ചായ എന്തേലും കുടിക്കാനുള്ളത് കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ ഇന്ന് കിട്ടിയില്ല വെച്ചിട്ട് നമ്മളെ പറ്റിച്ചു വിചാരിക്കണം. നാളെ എന്തായാലും ഉണ്ടാവും, മറ്റന്നാളെ ഉണ്ടാവും. 3 ദിവസം നമ്മൾ 7 ദിവസമാണ് മൊത്തത്തില് ഈ സംരംഭം ഉള്ളത്. കേരള വിദ്യാർത്ഥി സംവിധാനം 7 ദിവസം നടത്താനാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലൊക്കെ 7 ദിവസം ഉഷാറായിട്ട് നടന്നു. ഇവിടെ നടന്നിട്ടല്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ചോദിച്ചപ്പോഴാണ് നടന്നിട്ടില്ല, എന്നാ നടത്തണം. അങ്ങനെ രാവിലെ വെക്കരുതല്ലോ, പക്ഷെ പലർക്കും ട്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മള് വൈകുന്നേരം ആക്കിയതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് നല്ല താല്പര്യത്തോടു കൂടി അള്ളാഹിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഇതിൽ നിന്ന് അറിവ് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നാളെയും മറ്റന്നാളും കൂടി എന്ത് ചെയ്യണം? സഹകരിക്കണം. ഇനി ഇതറിയാത്ത കുട്ടികളെ ഫോൺ വിളിച്ചിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ഓലും കൂടി കൊണ്ടുവരണം. അതിനുള്ള ഉഷാറ് കാണിക്കണം. അല്ലാതെ ഇവിടുന്ന് കഴിഞ്ഞ പാടെ ഇന്ന് മുങ്ങലല്ല. മുങ്ങോ നാളെ പിള്ള എത്ര ആളുണ്ട്? ഈ ആള് നാളെ കൂടല്ലാതെ കുറയാൻ പാടില്ല കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ വചനമായ ഖുർആനിലൂടെ നിരവധി ആയത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, സുന്നത്തുകൾ, നബിന്റെ ചര്യയാണെന്ത് ഹദീസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ വിഷയത്തിന്റെ പേരെന്താ? ഖുർആനും പരലോകം ഖുർആനിലും ഹദീസിലും എന്നാണ്. അപ്പൊ ഹദീസ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പരലോക ജീവിതത്തിലേക്ക് വേണ്ട സിലബസ് അല്ലെ. നിങ്ങൾക്ക് സ്കൂൾ സിലബസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലെ. അതേപോലെ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് വേണ്ടിയുള്ള സിലബസ് ആണ്. അപ്പൊ ഖുർആൻ ഹദീസ് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദുനിയാവിലും നല്ലൊരു ജീവിതം കിട്ടും, നാളെ പരലോകത്തും നല്ല വിജയം ലഭിക്കും. ഖുർആൻ ഹദീസും അനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിൽ നമുക്ക് പിന്നെ ഒരു വിജയം കിട്ടൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ദുനിയാവിൽ വിജയം കിട്ടണമെങ്കിൽ ബയോളജി വേണം, ജിയോളജി വേണം, കെമിസ്ട്രി വേണം, മാത്തമാറ്റിക്സ് വേണം, എംബ്രിയോളജി വേണം, എൻട്രൻസ് വേണം, TTC വേണം,
ബിടെക് വേണം, ഇതൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടോ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ? അതുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം എന്തായി, ഒന്നും കൂടി സ്റ്റാൻഡേർഡായ ജീവിതം കിട്ടും. എന്നാൽ ഒരാൾ അതിനൊന്നും പോയില്ല, ഒരു കണക്കും മലയാളം ജിയോളജി ഒന്നും പഠിച്ചില്ല, അയാള് ഖുർആനും ഹദീസും പഠിച്ചു, അയാൾക്ക് എന്ത് കിട്ടും? ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അപ്പൊ രണ്ടും നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സിലബസ് ആണ് എന്ത്? ഖുർആനും ഹദീസും. ഇനി ഈ ദുനിയാവ് കൊണ്ട് നമുക്കത് പഠിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നമ്മൾ പണക്കാരനായില്ല, ജോലി കിട്ടിയില്ല, വാഹനം ഉണ്ടായില്ല, അല്ല വീടുണ്ടായില്ല, കഷ്ടപ്പാട് പട്ടിണിയും പ്രയാസമൊക്കെ ആണെങ്കിലും മരിക്കുന്ന സമയത്ത് നമുക്ക് ഷഹാദത്തിൽ ചൊല്ലി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ്? ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആൾക്കാർക്ക് ഖുർആൻ എന്താ പറഞ്ഞത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, വലാ ഹും യഹ്സനൂൻ. അടുത്ത എന്റെ കാലിന് വളവില്ല, അത് മുട്ടുവേദനയുള്ള ആൾക്കാർ നിസ്കരിക്കുമ്പോൾ വെക്കണം. അപ്പോ ഖുർആൻ പറഞ്ഞെന്താണ്? ഇതനുസരിച്ച് ജീവിച്ച് മരിച്ചു പോയ വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു ഖൗഫ്, ഒരു പേടിയില്ല. വലാഹും യഹ്സനൂൻ, ഹസ്നാൻ എന്താ? ദുഃഖം. അപ്പൊ അവർ പേടിക്കും വേണ്ട, ദുഃഖിക്കും വേണ്ട. കാര്യമായിട്ടുള്ള സംഗതി നമുക്ക് എന്താ? പേടിയും ദുഃഖമാണ് അല്ലേ? അത് മരിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് ആർക്കും ഇല്ലാതാകുന്നത് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ചു. എന്നാൽ ആ ഖുർആനും ഹദീസും മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ കണക്കും ബയോളജിയും ജിയോളജിയും ഈ സോഷ്യൽ മീഡിയയും ഈ യൂട്യൂബും ഈ ഫേസ്ബുക്കും ഈ ഇൻസ്റ്റാഗ്രാമും ഒക്കെ മാത്രം നോക്കി അതിലങ്ങനെ ചിരിച്ച് കളിച്ച് സമയം തള്ളി രാവും പകലും നിസ്കാരമില്ല, ഖുർആനോത്തുമില്ല, പടച്ചോനെ പേടിയില്ല, മാതാപിതാക്കൾ അനുസരിക്കണില്ല, സ്വഭാവം നന്നാക്കണില്ല, വേഷവിധാനം നന്നാക്കണില്ല, അങ്ങനെ തോന്നിയ മാതിരി ജീവിച്ച് മരിച്ചുപോയാലോ? പേടിയും വിഷമമില്ലാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പേടി തുടങ്ങി, അവിടെ എത്തിക്കഴിഞ്ഞാൽ വിഷമം തുടങ്ങി. എന്താ? അല്ലാഹു തആല പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ്. അപ്പൊ നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തേണ്ടത് ഏത് സിലബസ് അനുസരിച്ചാണ്? ഖുർആനും ഹദീസും അനുസരിച്ചാണ്. ആ ഖുർആനും ഹദീസിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2100 ചില്ലാനം ആയത്തുകളിലൂടെ അനവധി ഹദീസുകളിലൂടെ പരലോകം എന്ന വിഷയത്തെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചു. നിങ്ങൾ മദ്രസയിൽ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പഠിച്ചവരല്ലേ? ആണോ? ഇസ്ലാം കാര്യം എത്ര? 5, ഈമാൻ കാര്യം 6. ഈ ഈമാൻ കാര്യത്തില് ഒരു ഈമാൻ കാര്യം എന്താണ്? പരലോകം അല്ലേ? അള്ളാഹുവിൽ വിശ്വാസം പോലെ പരലോകത്തിൽ വിശ്വസിക്കണ്ടേ? പരലോകം എന്ന് പറഞ്ഞാൽ എന്താ? പരലോകം, ഇഹലോകം. ഇഹലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഇഹലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം അഥവാ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ഈ ഭൗതിക ജീവിതത്തിനാണ് എന്ത് പറയാ? ഇഹലോക ജീവിതം എന്ന് പറയാം. നമ്മൾ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന ലോകത്തിന്റെ പേരെന്താണ്? പരലോകം അല്ലെ? പരലോകം. അപ്പൊ പരലോക ജീവിതത്തിലേക്ക് വേണ്ടി ആണ് അല്ലാഹു തആല അങ്ങനെ അല്ല അതിന്റെ ഇടയിൽ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം. അല്ലല്ലേ? ആയിക്കോട്ടെ. മറ്റേ എന്താ വെച്ചാല് ചായ കുടിയുടെ ഇടയിൽ കൂടെ ആകുമ്പോൾ ശ്രദ്ധ പോകും. ഓക്കെ. അപ്പൊ പരലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ജീവിതത്തിന്റെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഈ ഇഹലോക ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്, അധ്യായമാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ഒരായത്ത്, അതിലൂടെ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. എന്ത്? അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലാഹുവിന്റെ ചോദ്യമാണ്, എന്റെ ചോദ്യമല്ല. പടച്ചോൻ ചോദിക്കുകയാണ്, അഫഹസിബതും, അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യന്മാരെ? അത് നമ്മളൊക്കെ പെട്ടില്ലേ? അള്ളാന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ നമ്മളൊക്കെ പെട്ടില്ലേ? അപ്പൊ ഹസിബത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യന്മാരെ? അന്നമാ ഖലഖനാകും അബഥ, നിങ്ങളെ ഈ ഭൂമിയില് ഉമ്മാന്റെ വയറ്റിന്ന് വെറുതെ കണ്ണും മൂക്കും ചെവിയും കാതും കൽബും കയ്യും കാലൊക്കെ തന്ന് വെറുതെ ജീവിക്കാൻ വേണ്ടി വിട്ടതാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ,
നമ്മളെ പരലോകത്തേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരാതെ. അപ്പൊ അള്ളാന്റെ ഒന്നാമത്തെ ചോദ്യം എന്താ? പരലോകത്തേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാതെ ഈ ഭൂമിയിൽ കുറെ ആസ്വദിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നിങ്ങളെ വെറുതെ വിട്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ആനന്ദിച്ചും ആഹ്ലാദിച്ചും പഠിച്ചോന് പേടിയില്ലാതെ ജീവിക്കണ നാക്കാലികളമാതിരി പൈക്കളമാതിരി പട്ടിയാളമാതിരി പൂച്ചന്റമാതിരി ഒക്കെ ജീവിക്കണ മനുഷ്യന്മാരല്ലേ? കള്ളും കുടിച്ച് മ്യൂസിക്കും കേട്ട് വ്യഭിചരിച്ച് ഹറാമ് ചെയ്ത് അക്രമം ചെയ്ത് തോന്നിയാസം ചെയ്ത് അല്ലേ? കണ്ണ് കണ്ട വിഗ്രഹങ്ങളുടെ മുമ്പിലും ജാറത്തിന്റെ മുമ്പിലും ആൾദൈവങ്ങളുടെ മുമ്പിലൊക്കെ പോയി കുമ്പിട്ട് ഓലൊക്കെ അള്ളാഹു തആല വെറുതെ വിടും? ഇല്ല. നിസ്കരിച്ച് നോമ്പ് വെച്ച് കണ്ണിനെ സൂക്ഷിച്ച് ഹറാമുകൾ ശ്രദ്ധിച്ച് തെറ്റ് ചെയ്യാതെ മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഓലെ അനുസരിച്ച് അധ്യാപകരെ അനുസരിച്ച് തെറ്റുകൾ ചെയ്യാൻ നല്ല പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ പോവുക അങ്ങനെ ഉണ്ടാവോ? ഇല്ല. അവ രണ്ട് കൂട്ടർക്കും കൃത്യമായ ശിക്ഷയും രക്ഷയും ലഭിക്കുന്ന ഒരു ലോകം വേണ്ടേ? വേണ്ട. അത് നമ്മളെ ബുദ്ധി എന്താ പറയുന്നത്? വേണമെന്നല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ക്രൂരനായ മുതലാളി എപ്പോഴും ചീത്തറിയും, നല്ലോണം പണിപ്പിച്ച് കഷ്ടപ്പെടുത്തും. അങ്ങനത്തെ ഒരു മുതലാളിയുടെ കീഴിൽ ഒരു സാധുവായ മനുഷ്യന് 2 വർഷം ജോലി ചെയ്ത്, അല്ലെങ്കിൽ വേണ്ട 2 മാസം ജോലി ചെയ്തു. 2 മാസം ജോലി ചെയ്തിട്ട് ഓന് 40,000 റുപ്യ മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെ, ഓനൊന്ന് ഒരു സംഗതിക്കും പോകാതെ നാട്ടിന്റെ പരിയിലെ കുട്ടികൾക്ക്, എന്റെ ഭാര്യമാർക്ക്, എന്റെ പെരക്കാർക്ക് സാധനങ്ങൾ വാങ്ങണം, ഓല ആഗ്രഹിക്കുന്നത് വാങ്ങിക്കൊടുക്കുന്നു വിചാരിച്ച പാവം ഒരു മനുഷ്യന് ഒരു ബോംബെന്നോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നോ അല്ലെങ്കിൽ തിരുപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ ഒറീസയിന്നോ അവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച അയാള് 40,000 റുപ്യ പോക്കറ്റിലിട്ട് അയാളെ പാന്റിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ തുണിനുള്ളിലുള്ള ട്രൗസറിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ അയാളെ ബാഗിലോ അയാൾ വെച്ചു. അങ്ങനെ തിരക്കുള്ള ട്രെയിനിൽ അയാള് തിക്കി പാവമായി യാത്ര ചെയ്തു. അങ്ങനെ അയാള് ഇവിടെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലോ തിരൂർ റെയിൽവേ സ്റ്റേഷനിലോ വന്ന് ഇറങ്ങി നോക്കുമ്പോ അയാളെ പാന്റിന്റെ പോക്കറ്റ് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി. കൈയിട്ട് നോക്കുമ്പോ പോക്കറ്റ് ഇല്ല, പൈസ അടക്കം ആരും ഉണ്ടായി. ഏതോ ഒരു കള്ളന് മോഷ്ടിച്ചുകൊണ്ട്. അയാള് 50 പൈസന്റെ ബ്ലേഡ് കൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് ആ പണിയെടുത്തത്. ഏത് പണിയെടുത്ത്? 50 പൈസന്റെ ബ്ലേഡ്. അതുകൊണ്ട് ഇപ്പൊ അറിയാതെ 10 മിനിറ്റ് ഉണ്ടാവില്ല അല്ലെ? 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു? 40,000 റുപ്യ കളവായി കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കി. ഈ പൈസന്റെ ഉടമസ്ഥനായ ഈ പാവം എത്ര മാസം ജോലി ചെയ്തു? 2 മാസം ജോലി ചെയ്തു. അത് നല്ല ഇടങ്ങേറുള്ള ജോലിയാണ്. ചീത്ത കേട്ട് അപ്പൊ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്ത് പ്രയാസപ്പെട്ടിട്ട് ഒരു 40,000 റുപ്യ ആ സാധു കൊണ്ടുപോയി. പെരീക്കെത്തുന്നതിന് മുമ്പ് 50 പൈസന്റെ ബ്ലേഡ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് കൊണ്ടുപോയി. ഇവനും ഈ കട്ടോനും ഈ ദുനിയാവിലും എന്തെങ്കിലും കാര്യം കിട്ടിയോ? ഓനാരെങ്കിലും കോടതി കയറ്റിയോ? പോലീസ് പിടിച്ചോ? ശിക്ഷിച്ചോ? ഇല്ല. ഈ പാപത്തിന് ഈ പൈസ പോയതിന് പകരം ആരെങ്കിലും 50,000 റുപ്യ വേറെ കൊടുത്തോ? പകരത്തിന് പകരം 40,000 റുപ്യ കൊടുത്തോ? ദുഃഖിക്കണ്ട, സങ്കടപ്പെടേണ്ട പറഞ്ഞ അയാളെ പുറത്തു ഇനി ചായ വാങ്ങി കൊടുത്തോ? ഇല്ല. 2 ആൾക്കും ഈ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. നഷ്ടപ്പെട്ടോ? പാവം ദുഃഖിച്ചു പോയി. അടിച്ചു മാറ്റിയോ? എന്ത് ചെയ്തു? ഹാപ്പി ആയി. ഇവര് 2 കൂട്ടം മരിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അവൾക്ക് നീതിയോടുകൂടി എന്റെ ഈ നഷ്ടപ്പെട്ടവന്റെ ദുഃഖത്തിനുള്ള സ്വർഗം അവൾക്ക് കിട്ടണ്ടേ? ഈ അടിച്ചു മാറ്റിയ കള്ളന് ഒന്നെ ശിക്ഷ കിട്ടണ്ടേ? ദുനിയാവിൽ ആരും കൊടുത്തിട്ടില്ല. അപ്പൊ അതിനൊരു ലോകം വേണ്ടേ? വേണ്ടേ? നിങ്ങളെ ബുദ്ധി എന്താ പറയുന്നത്? വേണമെന്നോ? വേണ്ട, വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള പരലോകം. മനസ്സിലായോ? ആ പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് അമലു സ്വാലിഹാത്തുകൾ സമ്പാദിക്കാനാണ് നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. 67-ാമത്തെ ഒരു അധ്യായം ഖുർആനിൽ, അതിന്റെ പേര് നിങ്ങൾക്കറിയോ? 67-ാമത്തെ സൂറത്തുൽ മുൽക്ക്. കേട്ടോ? സൂറത്തുൽ മുൽക്ക് എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി ഒന്നും ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സൂറത്തുൽ മുൽക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് മനസ്സായിട്ട് കുടിക്കണം എന്നാണോ? പിന്നെന്താ?
ആ ഓതണം അല്ലേ? പക്ഷെ ഓതലുണ്ടാ?